നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്നീം ഷിഹാബുദ്ദീൻ, ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് യാന ഗ്രൂപ്പ് ട്രിവാൻഡ്രം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു തെറ്റിദ്ധാരണയെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. IVF-ൽ ഏജ് ഒരു പ്രശ്നം ആണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിനൊരു രണ്ട് സൈഡുണ്ട്. ഏജ് ഡെഫിനറ്റ്ലി ഒരു ഇഷ്യൂ തന്നെയാണ്. കാരണം സ്ത്രീകൾക്ക് 35 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഗർഭിണിയാവാനുള്ള ചാൻസ് വളരെയധികം കുറയുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. 35 കഴിയുമ്പോഴേക്കും എഗ്ഗിൻ്റെ എണ്ണവും എഗ്ഗിൻ്റെ ക്വാളിറ്റിയും ഇൻ കേസ് പ്രഗ്നൻ്റ് ആയാൽ അതിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞിന് ഡിഫക്റ്റ് വരാനുള്ള ചാൻസും കൂടുതലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ ചില കപ്പിൾസിനെങ്കിലും 20s, അതായത് അവരുടെ യങ് റീപ്രൊഡക്റ്റീവ് ഏജിൽ തന്നെ IVF നമ്മൾ ഡോക്ടേഴ്സ് പറയാറുണ്ട്. അപ്പോൾ അവർ IVF-നോട് നോ പറയുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഞങ്ങൾ ചെറുപ്പമല്ലേ, ഞങ്ങൾക്ക് എന്തിനാ IVF പ്രായമുള്ളവർക്കല്ലേ എന്നൊരു കമൻറ്റ് ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ട്. ഓർക്കേണ്ട കാര്യം, IVF വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. അതൊരു 3 മാസത്തോളം നീണ്ടു നിൽക്കുന്ന, ഒരുപാട് ചിലവുള്ള, പേഷ്യൻറ്റിന് എത്രത്തോളം സ്ട്രെസ് ഉണ്ടോ അതുപോലെ തന്നെ ഡോക്ടറിന് ഒരുപാട് റെസ്പോൺസിബിലിറ്റി സ്ട്രെസ്സും ഉള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. പക്ക ഇൻഡിക്കേഷൻസ് ഇല്ലാതെ ഒരു ഡോക്ടേഴ്സും നിങ്ങളോട് IVF പറയാറില്ല. ഈ ഒരു കണ്ടീഷനിൽ എൻ്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടുള്ള 2 കേസ്, കൊച്ചിയിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് 2021 എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി വന്നു. ആ പെൺകുട്ടി വന്നത് ഓൾറെഡി IVF ട്രീറ്റ്മെൻറ്റിലിരുന്ന് ഭർത്താവിൻ്റെ സഹോദരിയുടെ കൂടെ ആ കുട്ടി വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം എനിക്ക് എൻ്റെ പീരിയഡ്സ് വരാറില്ല. 15ാമത്തെ വയസ്സിൽ എനിക്ക് പീരിയഡ് ആയതാണ്. അതിനുശേഷം 16 വയസ്സ് വരെ എനിക്ക് കുറച്ചായിട്ടാണെങ്കിലും മാസം തോറും വളരെ കുറച്ചാണെങ്കിലും പീരിയഡ് വരുമായിരുന്നു. അതിനുശേഷം എനിക്ക് പീരിയഡ്സ് വന്നിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ പറയും, അപ്പോൾ എന്തായിരുന്നു ഇത്രയും നാൾ ചെയ്തത്? അമ്മ അപ്പോൾ എന്നെ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകും, മരുന്ന് തരും, അപ്പോൾ എനിക്ക് പീരിയഡാവും. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് 1.5 മാസമായി, ഇതുവരെയും പീരിയഡ് ആവാതായപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ഗർഭിണിയായിരിക്കും, പ്രഗ്നൻസി നോക്ക് ഇങ്ങനെ ആ കുട്ടിയോട് പറയാണ്. ഈ കുട്ടി അമ്മയോട് ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യുമോളെ. അതായത് മൊത്തത്തിൽ ഈ കുട്ടി അങ്ങ് പെട്ടു, ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. എനിക്ക് പീരിയഡ് ആകില്ല എന്ന് ഞാൻ എങ്ങനെ ഭർത്താവിൻ്റെ വീട്ടുകാരോട് ഞാൻ പറയും? മാഡം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ, എന്താണ് എൻ്റെ വിഷയമെന്ന് ഒന്ന് പറഞ്ഞു തരാമോ? ഇതായിരുന്നു ആ കുട്ടിയുടെ ചോദ്യം. ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം എന്നും പറഞ്ഞ് ഞാൻ സ്കാനിങ്ങിന് കൊണ്ടുപോയി. സ്കാനിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സാധാരണയിലും വളരെ ചുരുങ്ങിയാണ് ആ 21-കാരിയുടെ യൂട്രസ് ഇരിക്കുന്നത്. സാധാരണ 21-കാരിയുടെ യൂട്രസിൻ്റെ സൈസല്ല, ചുരുക്കമുള്ള ഒരു യൂട്രസാണ്. നോക്കിയപ്പോൾ 2 വശത്തും നോക്കുമ്പോൾ അണ്ഡാശയം കാണുന്നില്ല. അപ്പോൾ ഞാനിരുന്ന് നോക്കുകയാണ്, കൃത്യമായിട്ട് നോക്കുകയാണ്, വളരെ സ്ട്രെയിൻ ചെയ്ത് നോക്കിയിട്ടും കാണുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, അണ്ഡാശയം പ്രോപ്പറായിട്ട് ഡെവലപ്പ് ആവാത്തൊരു കുട്ടിയാണെന്ന് മനസ്സിലായി. അതുകൊണ്ടൊന്ന് കൺഫേം ചെയ്യാനായിട്ട് ആൻറ്റി മുള്ളേറിയൻ ഹോർമോൺ എന്ന് പറയുന്നൊരു ഹോർമോൺ ടെസ്റ്റ് ഞാൻ ആ കുട്ടിക്ക് എഴുതി കൊടുത്തു. അത് നമ്മുടെ മുട്ടയിലുള്ള അണ്ടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഹോർമോണാണ് ആൻറ്റി മുള്ളേറിയൻ ഹോർമോൺ എന്ന് പറയുന്നത്. അതിൻ്റെ അളവ് നോക്കിയാൽ ഒരു സ്ത്രീയുടെ ശരീരത്തിലെ മുട്ടയുടെ റിസർവ് നമുക്ക് അറിയാൻ പറ്റും. നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 2 to 5 ആണ്. ഈ കുട്ടി റിപ്പോർട്ടുമായിട്ട് അടുത്ത ദിവസം ഭർത്താവിനെയും കൊണ്ട് വന്നപ്പോൾ വാല്യൂ വന്നത് 0.001 താഴെ എന്നാണ്. അതായത് ഇറ്റ്സ് എ കേസ് ഓഫ് കംപ്ലീറ്റ് ഒവേറിയൻ ഫെയിലിയർ. അതായത് ഈ കുട്ടിയുടെ അണ്ഡാശയങ്ങൾ പ്രവർത്തിക്കുന്നതേ ഇല്ല എന്നുള്ള റിസൾട്ടാണ് വന്നത്. അപ്പോൾ ഇതെനിക്ക് വളരെ വിഷമമായിരുന്നു ആ കുട്ടിയോട് പറഞ്ഞാൽ. കാരണം ഹണിമൂൺ പീരീഡിൽ നിൽക്കുന്നവരാണ്, എന്തും സംഭവിക്കാം. ഒരു ഡിവോഴ്സൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ സിമ്പിളാണ് ആൾക്കാർക്ക്. എന്നാലും ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ അത് പറയാതിരിക്കുക എനിക്ക് നിർവാഹമുള്ള കാര്യമല്ല. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് അത് പറയുകയാണ് ചെയ്തത്. ആ കുട്ടി ഒരുപാട് എൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞു. ആ പയ്യനാകട്ടെ വളരെ ഷോക്ക്ഡായി, പുള്ളി ഒന്നും മിണ്ടിയില്ല. അപ്പോൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ആ പുള്ളി തല ഉയർത്തി ചോദിച്ചത്, മാഡം നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആ ഒരു ചോദ്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് സമാധാനമായി. കാരണം ഒരു നിമിഷം കൊണ്ട് അവളെ വേണ്ടാന്നൊക്കെ വെച്ച് കളഞ്ഞിട്ട് പോയാൽ ഞാനായിട്ടൊരു കാര്യം പറഞ്ഞ് അവരുടെ ലൈഫ് പോയതുപോലെ ആകില്ലേന്ന് ഓർത്തു. അപ്പോൾ പുള്ളി പറയാണ്, മാഡം അടുത്തത് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഞാൻ പറഞ്ഞു, ചെയ്യാൻ പറ്റുന്നത് ഒന്നേ ഉള്ളൂ, IVF-ലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഈ കുട്ടി ചോദിച്ചു, അതിന് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഉടനെ IVF-ലേക്ക് പോകണോ? ഈ ചോദ്യമാണ് ആ കുട്ടി ചോദിച്ചത്. അണ്ഡാശയം പ്രവർത്തിക്കാത്തൊരു കുട്ടിക്ക് വേറെ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും IVF അല്ലാതെ? അപ്പോൾ ഞാൻ പറഞ്ഞു, വെളിയിൽ നിന്ന് അണ്ഡമെടുത്തതിന് ശേഷം ഭർത്താവിൻ്റെ ബീജവും ഉപയോഗിച്ച് നമുക്ക് സംയോജിപ്പിച്ച് ആ ഭ്രൂണത്തിനെ ഈ കുട്ടിയുടെ യൂട്രസിൽ തന്നെ നിക്ഷേപിച്ച് ആ കുഞ്ഞിനെ ഈ കുട്ടിക്ക് പ്രസവിച്ച് വളർത്താം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ആ ഭർത്താവായിരുന്നു ഏറ്റവും വലിയ സപ്പോർട്ട്. അദ്ദേഹം ഇതിന് സമ്മതിച്ചു. എന്നോട് പറഞ്ഞു, ഒരേ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, മാഡം
ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് വരുന്ന എൻ്റെ അനിയത്തിയോടും പറയരുത്, എൻ്റെ വീട്ടുകാരോട് ആരും പറയരുത്, ഞാനും ഇവളും മാത്രം അറിഞ്ഞാൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത്. അവർ ട്രീറ്റ്മെൻറ്റ് എടുത്തു, വളരെ സക്സസ്ഫുൾ ആയിട്ട് ആദ്യത്തെ IVF തന്നെ നല്ല സുന്ദരിയായ ഒരു പെൺകുഞ്ഞ് അവർക്കുണ്ടായി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുഞ്ഞിനൊരു 4 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും പ്രായം ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണെങ്കിലും 20കളിലും ചിലപ്പോൾ നിങ്ങൾക്ക് IVF വേണ്ടി വന്നേക്കും. നിങ്ങളുടെ ഡോക്ടർ നിങ്ങളോടത്ത് പറയുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തിട്ടെങ്കിലും നിങ്ങൾ ആ ട്രീറ്റ്മെൻറ്റുമായിട്ട് മുമ്പോട്ട് പോകണം. ഒരിക്കലും നോ പറഞ്ഞ് തിരിഞ്ഞു നടക്കരുത്. പിന്നെ നമ്മൾക്ക് IVF പോലും ഒരു സക്സസ് തരാൻ പറ്റാത്തൊരു കണ്ടീഷൻ വന്നേക്കാം. ഈ വീഡിയോ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഡൗട്ടുകൾ മാറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.